ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. എൻ്റെ സിസ്റ്റർ മാത്രം വന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ താത്തയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. ഇതെൻ്റെ കസിൻ്റെ മോളാണ് ഇനായ ഫാത്തിമ. ഞാൻ ഫോൺ എടുത്തത് മുതൽ അവളെയും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ഇന്ന് പോകുന്നത്. ബസ്സിനാണ് പോകുന്നത്. നമ്മൾ രണ്ടുപേരും പിന്നെ മക്കളും മാത്രമാണ് പോകുന്നത്. ഇവരെ മൂന്നാളെയും കൊണ്ട് ബസ്സിൽ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. ബസ്സെല്ലാം വന്ന് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുള്ളൂ. ബസ്സിലാണെങ്കിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നു ഉറങ്ങിയിട്ടില്ല. ഭയങ്കര കളിയായിരുന്നു. അതുപോലെ തന്നെ അന്നുവിന് ഭയങ്കര ഇഷ്ടം. ബസ്സിന് പോയപ്പോൾ ഇങ്ങനെ ആ ഗ്ലാസ്സിലൂടെയൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളും അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്നും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലാരടുത്തും ചേഞ്ചില്ല, ഫോണിൽ റേഞ്ചില്ല. അങ്ങനെ ഓട്ടോക്കാരനെ കുറേ നേരം വെയിറ്റ് ചെയ്യിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. കയ്യിലുള്ള പൈസയൊക്കെ നുള്ളിപ്പെറുക്കി എടുത്തിട്ടും കിട്ടിയില്ല. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവളുടെ അടുത്തുനിന്ന് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ഞങ്ങൾ വന്നൊരു അരമണിക്കൂറിന് ശേഷം അവളുടെ വീട് ഇങ്ങനെയായിരുന്നു. ഞങ്ങളെ കൂടെയുള്ള 3 പേരും 3 പേരും കൂടി ആയപ്പം വീട് ഫുള്ള് തിരിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ദുവ ബേബി. ഞാനും ദുവയും ഭയങ്കര കണക്ഷനാണ്. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഭയങ്കരമായിട്ട് കളിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തൊന്നും വരില്ല, എൻ്റെ അടുത്തേക്ക് നന്നായി വരും. അന്നുമോൾക്ക് പിന്നെ എന്നെ വേണ്ട തന്നെ. എല്ലാവരുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. ഇത് തനുവിൻ്റെ സ്റ്റെപ്പ് മോമാണ് ഞാനെന്നാണ് എല്ലാവരും പറയുക. കാരണം അവളെ ചെറുപ്പത്തിൽ ഫുള്ള് ഞാനായിരുന്നു നോക്കിയത്. ഇത് നമ്മുടെ ആദുമോന്. ഇവരുടെ ഇടയിലുള്ള ആകെ ഉള്ള ഒരു ആൺതരി ഇവൻ മാത്രമാണ്. ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയിരുന്നു. വൈകുന്നേരം വരെ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. മക്കളെല്ലാവരും കൂടി ഭയങ്കര കളിയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേന് ആ വീടിൻ്റെ ഫുൾ ഒരു മൂലയിൽ പോലും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം വലിച്ചിട്ടിരുന്നു മക്കൾ. തിരിച്ചു വരാൻ നോക്കിയപ്പോൾ നല്ല മഴയും ബ്ലോക്കും ആയിരുന്നു. ടൗൺ ഫുള്ള് ബ്ലോക്കായിട്ട് ഞങ്ങൾ പകുതി എത്തിയിട്ട് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് പരാഗിൽ പോയി. ഞാൻ സെക്കൻഡ് ടൈമിലാണ് ഇവിടെ ബത്തേരിയുള്ള പരാഗ് പോയത്. ഇങ്ങനത്തെ ഷോപ്പിലൊന്നും പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏതാ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷനാവും. അത്രയും കളക്ഷൻ ഉണ്ട് പറഞ്ഞാൽ ഭയങ്കര കളക്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഇറങ്ങാനേ തോന്നിയില്ലായിരുന്നു. പക്ഷെ